CPM രാജാക്കാട് ഏരിയ സെക്രട്ടറിയും MM മണിയുടെ മകളുമായ സുമാ സുരേന്ദ്രന് ഇരട്ട വോട്ടുണ്ടെന്ന് ആരോപണമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ രാജകുമാരി പഞ്ചായത്തിലും രാജാക്കാട് പഞ്ചായത്തിലും സുമാ സുരേന്ദ്രന്റെ പേര് കണ്ടു. രാജകുമാരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ രാജകുമാരി പഞ്ചായത്ത് 1-ാം വാർഡിലും രാജാക്കാട് പഞ്ചായത്ത് 5-ാം വാർഡിലുമാണ് സുമാ സുരേന്ദ്രന് വോട്ടുള്ളത്. നിലവിൽ രാജാക്കാട് പഞ്ചായത്ത് 5-ാം വാർഡിൽ സ്ഥിരതാമസക്കാരിയാണ് സുമ. മുൻപ് രാജകുമാരി 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. രാജകുമാരിയിൽ വ്യാപകമായി CPIM കള്ളവോട്ട് ചേർത്തതിന്റെ ഭാഗമാണ് സുമാ സുരേന്ദ്രന്റെ ഇരട്ട വോട്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇപ്പോൾ CPMന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി 1-ാം വാർഡ് 307-ാം നമ്പർ വോട്ടറാണ്. എന്നാൽ ഈ വ്യക്തിക്ക് രാജാക്കാട് 5-ാം വാർഡിലെ 798-ാം നമ്പർ വോട്ടറും കൂടിയാണ്. അതേസമയം ഇരട്ട വോട്ട് സാങ്കേതിക പിഴവെന്നാണ് സുമാ സുരേന്ദ്രന്റെ വിശദീകരണം. രണ്ടിടത്തും വോട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ രാജകുമാരി പഞ്ചായത്തിലെ വോട്ട് റദ്ദാക്കാൻ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. NRCTയിലെ AKG സേവാ കേന്ദ്രം വഴിയാണ് അപേക്ഷ നൽകിയതെന്നും സുമ പറഞ്ഞു. AKG സേവാ കേന്ദ്രം വഴി എൻ്റെ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലിൻ്റെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും അത് ഒഴിവായിട്ടില്ല എന്നാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപത്തിന് സാധ്യതയില്ല. കാരണം ഇവിടുത്തെ താമസക്കാരി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തു. അവിടുത്തെ മാറ്റാൻ വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അത് വേണമെങ്കിൽ രേഖ വേണേലും നമുക്ക് കാണിക്കാം. ജീവനക്കാരുടെ വീഴ്ചയായിരിക്കും രാജകുമാരിയിലെ വോട്ട് റദ്ദാകാതിരിക്കാൻ കാരണമെന്ന് സുമ കുറ്റപ്പെടുത്തി. അതേസമയം രാജകുമാരിയിലെ ഇരട്ട വോട്ട് ആരോപണത്തിൽ കർശന നടപടി വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.